എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സൂപ്പർ സോഫ്റ്റ് ആയ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ആണ്. ഓവനൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എല്ലാവർക്കും ചെയ്തിട്ടെടുക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ഇതുപോലെ വെതറിയിട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് തീ നന്നായിട്ട് തന്നെ കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം ഇതുപോലെ തന്നെ വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും പഞ്ചസാര ഇതുപോലെ ഉരുകി വരുന്നത് കാണാം. ഇനി ഈ ഒരു പഞ്ചസാര പൂർണ്ണമായിട്ട് ഉരുകി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടണം. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിനുണ്ടല്ലേ പഞ്ചസാര ഇതുപോലെ പൂർണ്ണമായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഡാർക്ക് ബ്രൗൺ കളർ ആകണം. ഒരുപാടങ്ങ് ഡാർക്ക് കളറായി പോവുകയും ചെയ്യരുത്, ഇതങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുണ്ടല്ലേ ഈ ഒരു കളർ മതി കേട്ടോ. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ചൊന്ന് മാറി നിന്നിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇത് അത്രയും ചൂടായിട്ട് കിടക്കുകയാണ്. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ കാരമൽ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ ചൂടൊന്ന് കുറയാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ടെടുക്കുക. അപ്പോൾ പഞ്ചസാര ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 കോഴിമുട്ട ഇതുപോലെ പൊട്ടിച്ചുറ്റിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് വീണ്ടും ഒന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 250 ml ഈ ഒരു കപ്പിൽ 1 കപ്പ് അളവിൽ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇതിലേക്ക് ആവശ്യമില്ല. ബേക്കിംഗ് പൗഡർ ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും ഇനി വളരെ കുറച്ച് മാത്രം ഒരു 1/8 ടീസ്പൂൺ അളവിൽ സിന്നമൺ പൗഡർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/8 ടീസ്പൂൺ അളവിൽ നട്ട്മഗ് പൗഡർ ജാതിക്ക പൊടിച്ചെടുത്തിരിക്കുന്നതാണ്, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/8 ടീസ്പൂൺ അളവിൽ ഡ്രൈ ജിഞ്ചർ പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു പൊടികളെല്ലാം ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു കാരമൽ സിറപ്പില്ലേ, അതിൻ്റെ ഒരു ചൂട് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ചൂടൊക്കെ മാറി തണുത്ത് വന്നതിന് ശേഷം ആ ഒരു കാരമൽ സിറപ്പ് ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഒരു കാരമൽ സിറപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിരുന്നത് കേട്ടോ. ആ ഒരു ഭാഗം ചെറുതായിട്ട് കട്ടായി പോയതാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ തന്നെ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. ഇനി ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 1/4 കപ്പ് അളവിൽ ഇതുപോലെ ഡേറ്റ്സ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ കാഷ്നട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈന്തപ്പഴം തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ഇതിലേക്ക് മൈദയും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു കേക്കിൻ്റെ ഒരു ബാറ്ററിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ചെറിയതായിട്ട് വേണം നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ക്യാരറ്റ് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഒരു വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളയുക. പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം 250 ml കപ്പിൽ 1 കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് കേട്ടോ ഇത്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ക്യാരറ്റും ഡേറ്റ്സും നട്ട്സും കൂടെ എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ ലാസ്റ്റ് ആ ഒരു ഡേറ്റ്സും ക്യാരറ്റും നട്ട്സും എല്ലാം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലൊരു കേക്ക് ടിൻ ഞാൻ എടുത്തിട്ടുണ്ട്. റൗണ്ട് ആയിട്ടുള്ള കേക്ക് ടിന്നോ അല്ലെങ്കിൽ ഇതുപോലെ നീളത്തിലുള്ളതോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ബേക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ ഇതുപോലെ ബട്ടർ പേപ്പറും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ടതാണ്. ബട്ടർ പേപ്പർ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്താലും പെട്ടെന്ന് അങ്ങ് വിട്ട് വരാൻ വേണ്ടിയിട്ട്
കുറച്ച് എണ്ണ നമ്മൾ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കുക. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ഇതിലൊന്ന് കൊട്ടി കൊടുക്കുക കേട്ടോ. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇത് ബേക്കായി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകൾ ഭാഗം കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള നട്ട്സോ ഡേറ്റ്സോ ഒക്കെ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇത് ഓവനിൽ വെച്ചിട്ട് വേണമെങ്കിലും ബേക്ക് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഓവനിലല്ലാതെ ഇതുപോലെ ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു അലുമിനിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെയോ പാത്രം എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അലുമിനിയത്തിൻ്റെ ഇതുപോലെ അടി കട്ടിയുള്ള ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം നമ്മളിതൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ട് എടുക്കുക. പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പ്രീഹീറ്റ് ചെയ്ത് ഈ ഒരു പാത്രത്തിലേക്ക് വേണം നമ്മൾ ഈ ഒരു ബേക്കിംഗ് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആവിയൊന്നും ഒട്ടും തന്നെ പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇതുപോലെ നമ്മൾ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക. മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഒരുപാട് നമ്മൾ തീ അങ്ങ് കുറയ്ക്കാൻ വേണ്ട, എന്നാൽ ഒരുപാട് തീ കൂട്ടിയിട്ട് കൊടുക്കുകയും ചെയ്യരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരു 45 മിനിറ്റോളം നമ്മളൊന്ന് ബേക്ക് ചെയ്യുക. അപ്പോൾ ഒരു 45 മിനിറ്റ് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 10-15 മിനിറ്റും കൂടി നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ എനിക്കിപ്പോൾ ഇതിവിടെ ഒരു 55-60 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്കുമാണ് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് വെച്ച് നമ്മളൊന്ന് കുത്തി നോക്കുക. ഈ ഒരു സ്റ്റിക്ക് നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കേക്ക് നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. അഥവാ ഈ ഒരു സ്റ്റിക്കിൽ മാവ് ഒട്ടി പിടിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി നമ്മൾ അടച്ചു വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി നമുക്കൊരു കേക്ക് ടിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ച് കൊടുത്ത് അതിന് ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ ഒരു കേക്കിൻ്റെ ഒരു ചൂട് നന്നായിട്ട് പോയി അത് തണുത്ത് വന്നതിന് ശേഷം വേണം കേട്ടോ നമ്മളിത് കട്ട് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമുക്കൊരു കേക്കിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ കേക്കിൻ്റെ ഒരു ചൂട് പൂർണ്ണമായിട്ടും പോയി ഇതുപോലെ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. ബേക്കറികളിലൊന്നും പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ അതിലും ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചേരുവകളെല്ലാം കറക്റ്റ് അളവിലെടുത്ത് അതുപോലെ തന്നെ ഒരു ബേക്കിംഗ് ടൈമൊക്കെ നമ്മൾ കറക്റ്റ് നോക്കി ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ആ ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം.